ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മെമ്മറി ടിപ്സിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, മെമ്മറി അല്ലെങ്കിൽ ഓർമ്മ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികൾക്കായാലും ശരി, അത് മാർക്ക് കിട്ടാൻ വേണ്ടി, അതേപോലെ നമുക്ക് ഒരു കടയിൽ പോയി സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് മെമ്മറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മെമ്മറി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആ ടെക്നിക്കിൻ്റെ പേര് മെത്തേഡ് ഓഫ് ലോസൈ എന്നാണ്. ലോസൈ എന്ന് പറഞ്ഞ ഒരു സ്ഥാനം എന്നാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ സ്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ആവശ്യപ്പെട്ട വിവരം ശേഖരിച്ച് വയ്ക്കുന്ന ഒരു മെത്തേഡാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ് ഓഫ് ലോസൈ ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇത് പണ്ട് 500 BC മുമ്പ് തന്നെ സിമോണിഡസ് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു, ഒരു പോയറ്റ് ഉണ്ടായിരുന്നു. പുള്ളി ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പണ്ട് 500 BC മുമ്പേ തന്നെ നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിമോണിഡസിനെ കുറിച്ച് രണ്ട് കാര്യം പറയാം. സിമോണിഡസ് ഒരു പോയറ്റ് ആയിരുന്നു, ഒരു ഗ്രീക്ക് പോയറ്റ് ആയിരുന്നു. അപ്പോൾ പുള്ളിയെ ഒരു ധനികൻ അവരുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ ഈ പുള്ളിയും അവിടെ ആ സദസ്സിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ആ സദസ്സിലിരുന്ന സമയത്ത് നമ്മുടെ സിമോണിഡസിനെ കാണാൻ വേണ്ടിയിട്ട് രാജാവിൻ്റെ ഭടന്മാർ പുറത്തു വന്നു. അപ്പോൾ സിമോണിഡസിനെ അവരൊന്ന് വിളിക്കുകയാണ്. അപ്പോൾ സിമോണിഡസ് ആ ഭടന്മാരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി. ആ പുറത്തേക്ക് പോയ സമയത്ത് ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ ഈ ധനികന്റെ പാലസിലുള്ള അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ള ചുമര് ഇടിഞ്ഞു വീണ് അവിടെ ഇരുന്ന എല്ലാവരും തൽക്ഷണം മരിച്ചു. അപ്പോൾ പക്ഷെ എല്ലാവരും അത് ചതഞ്ഞറിഞ്ഞു പോയതുകൊണ്ട് അവരുടെ ബന്ധുക്കൾക്കൊന്നും വന്നിട്ട് അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ സിമോണിഡസ് എന്ത് ചെയ്തു? സിമോണിഡസ് അവരെല്ലാം ഇരുന്ന സ്ഥാനം ഓർത്ത് വെച്ച് അവരെ ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്തു, അവരെ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഇരുന്ന സ്ഥാനവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന് ഓർമ്മിച്ചെടുക്കാൻ സാധിച്ചത് കൊണ്ടാണ് അതിന് മെത്തേഡ് ഓഫ് ലോസൈ അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഓർക്കുന്നത്. അപ്പോൾ അന്നു മുതലേ ഈ മെമ്മറി ടെക്നിക്സ് അല്ലെങ്കിൽ മെമ്മറി ടിപ്സ് നിലവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിൽ മെത്തേഡ് ഓഫ് ലോസൈയെ കുറിച്ച് പറയാം. അപ്പോൾ മെത്തേഡ് ഓഫ് ലോസൈ ഇപ്പോൾ നമുക്ക് പഠിക്കുമ്പോഴൊക്കെ ചില കാര്യങ്ങൾ ഒരു 4-5 ചിലപ്പോൾ അതിൽ കൂടുതലോ കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രത്യേക ഓർഡറിൽ നമുക്ക് ഓർത്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ലിസ്റ്റിലുള്ള കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് നമുക്ക് ഓർമ്മയിൽ വയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ഉദാഹരണമായിട്ട് ഇതിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം നമ്മൾ മനസ്സിൽ വിചാരിക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു മുറിയാണ് ഓർക്കുന്നതെങ്കിൽ ഓരോരുത്തരുടെയും മുറികൾ വീട്ടിൽ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ മുറി വേണ്ട, നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടൊരു സ്ഥലം നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഉദാഹരണത്തിന് മണിച്ചിത്രത്താഴിലെ നമ്മുടെ നാഗവല്ലിയെ കാണുന്ന ഒരു മുറി ഉണ്ടല്ലോ, നാഗവല്ലിയുടെ പെയിൻറ്റിംഗ് ഒക്കെ വെച്ചേക്കുന്ന മുറി. ആ മുറിയാണ് നമ്മളൊരു എക്സാമ്പിളായിട്ട് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ മോഹൻലാലിനെ ചിന്തിക്കുക. അപ്പോൾ മോഹൻലാൽ നമ്മുടെ നാഗവല്ലിയുടെ മുറിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ മെത്തേഡ് ഓഫ് ലോസൈ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഒരു കഥയായിട്ട് ഓർത്താൽ നമുക്ക് അത് ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ ആ കഥയ്ക്ക് കുറച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ കുറച്ച് വികാരങ്ങൾ കൊടുത്ത് വേണം നമ്മൾ ഓർക്കാൻ, എന്നാലേ നമ്മുടെ മെമ്മറിയിൽ അത് കുറേ നാൾ നിൽക്കുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഓർമ്മയിൽ വെക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഫണ്ണി ആയിട്ട്, കുറച്ച് തമാശ രൂപേണയോ അല്ലെങ്കിൽ കുറച്ചൊരു അതിശയോക്തി വരുന്ന രീതിയിൽ ഓർക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കാൻ അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുകയാണ്. നമുക്ക് ഓർക്കേണ്ട ഒരു 5 കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ കടയിൽ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് നിന്ന് കടയിലേക്ക് വിടുകയാണ്. നിങ്ങളുടെ അടുത്ത് പറയുകയാണ് നിങ്ങൾ മേടിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് 1 കിലോ ഓറഞ്ച് മേടിക്കണം, പിന്നെ അതിനുശേഷം 1 കിലോ മുരിങ്ങയ്ക്ക മേടിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് 1 കിലോ ഉരുളക്കിഴങ്ങ് മേടിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് 1 കിലോ മുന്തിരിങ്ങ മേടിക്കണം, പിന്നെ ഒരു 100 ഗ്രാം പച്ചമുളക് മേടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മേടിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്കത് ഓർക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. മിക്കവാറും നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോകുമ്പോൾ നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് മെത്തേഡ് ഓഫ് ലോസൈ ഉപയോഗിച്ച് എങ്ങനെ ഓർക്കാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കഥ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ മോഹൻലാൽ വരുന്നു. മോഹൻലാൽ ഒരു താക്കോലായിട്ടാണ് വരുന്നത്. അപ്പോൾ താക്കോൽ വെച്ച് നമ്മുടെ താഴ് തുറക്കുകയാണ്. പക്ഷെ താക്കോലിൽ നമ്മൾ ആലോചിക്കുക, താക്കോലിൻ്റെ അറ്റത്ത് നമുക്ക് ആദ്യം ഓർക്കേണ്ടത് ഓറഞ്ചാണ്. അപ്പോൾ താക്കോലിൽ ഒരു 5 ഓറഞ്ചുകൾ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട്. ഓറഞ്ചുകളിലെ നമ്മുടെ സ്മൈലി പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഓറഞ്ചാണ്. സാധാരണ വലിപ്പമല്ല, കുറച്ച് വലിയ ഓരോ ഓറഞ്ചും 1 കിലോ വെച്ചുള്ള ഓറഞ്ചാണ്. അതാണ് നമ്മൾ ആദ്യത്തെ ആള്. അപ്പോൾ താക്കോലിൽ ഓറഞ്ചുകൾ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ വന്ന് താക്കോൽ വെച്ച് നമ്മുടെ മണിച്ചിരത്ത് താഴെ തുറന്ന് ആ കഥ തുറന്ന് അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ഓറഞ്ചായി. പിന്നെ ആ കഥ തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ അതിൻ്റെ പടിയുണ്ട്, മുറിയുടെ പടിയുണ്ടല്ലോ. ആ മുറിയുടെ പടിയിൽ ഒരാൾ അവിടെ ഇരുന്നിട്ട് മുരിങ്ങക്കോല് വെച്ച് ഡ്രംസ് കൊട്ടുന്ന പോലെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടുമകൾ ഒച്ചത്തിലിങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിന് സൗണ്ട് കൂട്ടിയിട്ട് മോഹൻലാലിനെ കാത് പൊത്തുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ എന്തായിരുന്നു ഓർക്കാനുള്ളത്? നമ്മുടെ മുരിങ്ങക്കോലാണ്. അപ്പോൾ കാതൊക്കെ പൊത്തിപ്പിടിച്ച് മോഹൻലാൽ അകത്തേക്ക് കയറി
പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ മുറിയിൽ കാണുമ്പോൾ ചെല്ലും നമ്മുടെ രാമനാഥൻ്റെ മുറിയിലേക്ക് തുറക്കുന്ന ജനാലയാണ്. അപ്പോൾ ജനാലയുടെ സൈഡിലൊരു ഉരുളക്കിഴങ്ങ് അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ഉരുളക്കിഴങ്ങ് ഒരു കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് അവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ മോഹൻലാൽ ഉരുളക്കിഴങ്ങിനെ കണ്ടില്ല. മോഹൻലാൽ ഈ ഉരുളക്കിഴങ്ങിനെ കാണാതെ നേരെ പോയി ജനലിൽ തള്ളി തുറന്നു. അപ്പോൾ എന്ത് പറ്റി? ഈ ഉരുളക്കിഴങ്ങ് നേരെ താഴേക്ക് വീണു. ഉരുളക്കിഴങ്ങ് ഭയങ്കര ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ആ ഉരുളക്കിഴങ്ങ് താഴേക്ക് പോയി. അതപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ആളായിരുന്നു ഉരുളക്കിഴങ്ങ്. അത് കഴിഞ്ഞ് നേരെ മോഹൻലാൽ വന്നു. ഉരുളക്കിഴങ്ങ് പോയ സങ്കടത്തിലൊക്കെ നേരെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ നാഗവല്ലിയുടെ പടമാണ് അടുത്തതായിട്ട് കാണുന്നത്. അപ്പോൾ നാഗവല്ലിയുടെ പടം നോക്കുമ്പോൾ നാഗവല്ലിയുടെ പടത്തിൻ്റെ സൈഡിലായിട്ട് 2 മുന്തിരിക്കുലകൾ അവിടെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. മുന്തിരിക്കുലകൾ ഇത് വയലറ്റ് കളറിലെ അല്ല, സാധാരണ കാണുന്നതല്ല, നല്ല നീല നിറത്തിലെ ലൈറ്റ് തെളിഞ്ഞു വരുന്ന മുന്തിരിക്കുലകളായിരുന്നു. അപ്പോൾ അത് കണ്ട് ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് മോഹൻലാൽ അടുത്തായിട്ട് പോകുന്നത് എവിടെയാണ്? നമ്മുടെ നാഗവല്ലിയുടെ ആഭരണപ്പെട്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ നാഗവല്ലിയുടെ ആഭരണപ്പെട്ടി തുറക്കുമ്പോൾ ആഭരണങ്ങളല്ല കാണുന്നത്, മറിച്ച് എന്താ കാണുന്നത്? അതിനകത്ത് പച്ചമുളക് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് പച്ചമുളക് കാണുമ്പോൾ മോഹൻലാലിൻ്റെ കണ്ണൊക്കെ എരിഞ്ഞ് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കഥ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണത്തിന് ഒരു 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ഓർത്തെടുത്ത് നോക്കി. ആദ്യം മോഹൻലാൽ വന്നു, എങ്ങനെയാ കീ വെച്ചിട്ട് ലോക്ക് തുറക്കുക. കീയിൽ എന്തുണ്ടായിരുന്നു? ഓറഞ്ച് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓറഞ്ചാണ്. പിന്നെ അത് അടുത്തതായിട്ട് ആ പടിയിൽ ഡ്രംസ് വെച്ച് ഒരാൾ കൊട്ടുന്നുണ്ടായിരുന്നു, അതാണ്. രണ്ടാമത് മുരിങ്ങക്കോലായിരുന്നു. മൂന്നാമത് ആ ജനലിൻ്റെ അടുത്ത് പോയി. ജനലിൽ ആരുണ്ടായിരുന്നു? ഒരു ഉരുളക്കിഴങ്ങായിരുന്നു ഇരുന്നത്, അല്ലേ? അപ്പോൾ ഉരുളക്കിഴങ്ങ് നേരെ താഴോട്ട് പോയി. അപ്പോൾ അത് മൂന്നാമത്തെ ഉരുളക്കിഴങ്ങായിരുന്നു. അതിനുശേഷം നമ്മുടെ നാഗവല്ലിയുടെ പടത്തിൻ്റെ ഫ്രെയിമിൻ്റെ സൈഡിൽ മുന്തിരിക്കുല ഉണ്ടായിരുന്നു, നീല കളറിലെ. അപ്പോൾ അത് നാലാമത്തത്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പെട്ടി തുറന്നു. പെട്ടിയിൽ എന്തുണ്ടായിരുന്നു? പച്ചമുളക്. അപ്പോൾ നമുക്ക് ആ ഓർഡറിൽ നമുക്ക് ആ 5 കാര്യങ്ങൾ ഓർക്കാൻ പറ്റും. ഇതിപ്പം സിമ്പിളായിട്ട് ഞാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും ഒക്കെ നമുക്ക് ഓർഡറിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിമാരുടെ ലിസ്റ്റ്, ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രിമാരുടെയോ അങ്ങനത്തെ ലിസ്റ്റുകളൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് ഇതുപോലത്തെ ഓർഡറിൽ ഓർത്തെടുക്കാൻ സാധിക്കും. അതാണ് മെത്തേഡ് ഓഫ് ലോസേ. ഇതുപോലെ ഒരുപാട് മെത്തേഡുകളുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ പറയാം. ഓക്കെ, താങ്ക് യു.